ജർമ്മനിയിലെ ഹെൻറി നാലാമൻ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പ ഏർപ്പെടുത്തിയ നവീന പരിഷ്കാരങ്ങളെ നഖശിഖാന്തം എതിർക്കുവാൻ ആദ്യമായി ഒരുമ്പെട്ടത് ജർമ്മൻ ചക്രവർത്തിയായ ഹെൻറി നാലാമനായിരുന്നു. മാർപ്പാപ്പയുടെ പുതിയ നിയമങ്ങൾ പ്രാവർത്തികമാക്കിയാൽ തൻ്റെ കീഴിലുള്ള രൂപതകളുടെയും സന്യാസമൂഹങ്ങളുടെയും വസ്തുക്കളിൽ നിന്നുള്ള ആദായം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി. അദ്ദേഹം തൻ്റെ കിങ്കരന്മാരായ ചില മെത്രാന്മാരുടെ സഹായത്തോടെ മാർപ്പാപ്പയുടെ പരിഷ്കാരങ്ങളെ കാറ്റിൽ പറത്തുവാൻ ശ്രമിച്ചു. എന്നാൽ തിരുസഭയുടെ നിഷേധ്യപരമായ അധികാരങ്ങളിലും അവകാശങ്ങളിലും ചക്രവർത്തിയുടെ കൈകടത്താൻ തടയാൻ തന്നെ മാർപ്പാപ്പ തീരുമാനിച്ചു. അദ്ദേഹം ഹെൻറിയെയും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരായ 2 മെത്രാന്മാരുടെയും മഹറോൻ ചൊല്ലി സഭയിൽ നിന്നും ബഹിഷ്കരിച്ചു. തന്നെ സ്ഥാനഭ്രഷ്ടനാക്കിയ മാർപ്പാപ്പയുടെ ഹെൻറി ആയുധശക്തി ഉപയോഗിച്ച് സിംഹാസനത്തിൽ നിന്നും താഴെയിറക്കി കാരാഗൃഹത്തിലടച്ചു. തൻ്റെ ഉപഗ്രഹങ്ങളിൽ ഒന്നായ ക്ലിമൻ്റ് മൂന്നാമനെ മാർപ്പാപ്പയായി ചക്രവർത്തി അവരോധിച്ചു. തുടർന്ന് 30 വർഷത്തോളം ചക്രവർത്തിയുടെ റാൻമൂളികളായ മാർപ്പാപ്പമാർ ദുർഭരണം നടത്തി. അവസാനം 1108 സ്വന്തം പുത്രനായ ഹെൻറി അഞ്ചാമനോട് തോറ്റ ഹെൻറി നാലാമൻ വിദേശത്ത് വെച്ച് മരിച്ചു. കർത്താവേ, അനുഗ്രഹിക്കണമേ. സഭയെ കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. ശംശിയായിരിക്കും സ്തുതിയായി.